നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 മാർച്ച് മാസം 26 വ്യാഴാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട 5ഓളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനാൽ തന്നെ വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് LPG സിലിണ്ടർ വിതരണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട 3 അറിയിപ്പുകൾ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും എല്ലാ LPG സിലിണ്ടർ ഉപഭോക്താക്കളും പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം. പൈപ്പ് ലൈൻ സൗകര്യമുള്ള പ്രദേശങ്ങളിലെ വീടുകൾക്ക് പൈപ്പിലൂടെയുള്ള പാചകവാതകം നിർബന്ധമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പുതിയ ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു നടപടി. പൈപ്പ് ലൈൻ സൗകര്യമുള്ളവർ PNG കണക്ഷനിലേക്ക് മാറാത്ത പക്ഷം അവരുടെ LPG കണക്ഷൻ റദ്ദാക്കുമെന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകുന്നു. PNG വിതരണം വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ ഒരു ഉത്തരവ് പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിന് ഹൗസിംഗ് സൊസൈറ്റികൾക്കോ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷനുകൾക്കോ ഇനി തടസ്സം നിൽക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുന്നു. അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ്, രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG എന്നിവയ്ക്ക് ക്ഷാമമുണ്ടെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ അറിയിപ്പ്. ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവരുടേതാണ് ഈ ഒരു അറിയിപ്പ്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾ ജനങ്ങളെ പരിഭ്രാന്തരാക്കുന്ന പശ്ചാത്തലത്തിലാണ് കമ്പനികൾ ഔദ്യോഗിക വിശദീകരണവുമായി രംഗത്തെത്തിയത്. രാജ്യത്തുടനീളം ഇന്ധന വിതരണം തടസ്സമില്ലാതെ നടക്കുന്നുണ്ടെന്നും എല്ലാ പെട്രോൾ പമ്പുകളിലും ആവശ്യത്തിന് സ്റ്റോക്ക് ലഭ്യമാണെന്നും കമ്പനികൾ വ്യക്തമാക്കി. ഇന്ധന ലഭ്യതയിൽ കുറവുണ്ടാകുമെന്ന ഭീതിയിൽ ജനങ്ങൾ കൂട്ടത്തോടെ പമ്പുകളിലെത്തി അമിതമായി ഇന്ധനം ശേഖരിക്കരുതെന്ന് കമ്പനികൾ അഭ്യർത്ഥിച്ചു. ഇത്തരം പാനിക് ബൈയിങ് ഒഴിവാക്കണമെന്നും സാധാരണ നിലയിലുള്ള ഉപഭോഗം തുടരണമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു. ഇന്ത്യ പെട്രോൾ, ഡീസൽ എന്നിവയുടെ കയറ്റുമതിക്കാരാണെന്നും ക്രൂഡ് ഓയിൽ അടക്കം മതിയായ ശേഖരം നിലവിലുണ്ടെന്നും ഭാരത് പെട്രോളിയം ചൂണ്ടിക്കാട്ടി. അഭ്യൂഹങ്ങളിൽ വിശ്വസിക്കരുതെന്നും ആധികാരികമായ വിവരങ്ങൾക്ക് മാത്രം മുൻഗണന നൽകണമെന്നും എണ്ണ കമ്പനികൾ പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമില്ല എന്നും കേന്ദ്രം വ്യക്തമാക്കി. ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, LPG സിലിണ്ടർ ബുക്കിംഗുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ തന്നെ ഇപ്പോൾ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുകയാണ്. രാജ്യത്തെ LPG ബുക്കിംഗ് സമയപരിധിയിൽ വ്യക്തത വരുത്തി കേന്ദ്ര സർക്കാർ. പഴയ സമയപരിധി പുതുക്കിയെന്ന പേരിൽ പ്രചരിക്കുന്ന വാർത്തകൾ സംബന്ധിച്ച് പ്രത്യേക പത്രക്കുറിപ്പിലൂടെയാണ് കേന്ദ്രം ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. PMUY കണക്ഷനുകൾക്ക് 45 ദിവസവും PMUY അല്ലാത്ത സിംഗിൾ ബോട്ടിൽ കണക്ഷനുകൾക്ക് 25 ദിവസവും PMUY അല്ലാത്ത ഡബിൾ ബോട്ടിൽ കണക്ഷനുകൾക്ക് 35 ദിവസവും എന്ന രീതിയിലായിരുന്നു വാർത്തകൾ എത്തിയത്. ഇത് സംബന്ധിച്ചാണ് കേന്ദ്രം വ്യക്തത വരുത്തിയിരിക്കുന്നത്. നിലവിലെ ബുക്കിംഗ് സമയങ്ങളിൽ മാറ്റമില്ല എന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിൽ 25 ദിവസമാണ് ബുക്കിംഗ് കാലാവധി. എന്നാൽ ഗ്രാമപ്രദേശങ്ങളിൽ ഇത് 45 ദിവസമായിരിക്കും. സ്കീമുകൾ അനുസരിച്ചുള്ള മാറ്റങ്ങളൊന്നുമില്ല എന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും പരിഭ്രാന്തി സൃഷ്ടിക്കരുതെന്നും കേന്ദ്രം പത്രക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുകയാണ്. ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ്, 25 മുതൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത്. എന്നാൽ ഇന്ന്, അതായത് 25 ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക എത്തിച്ചേർന്നിട്ടില്ല. ഈ ഒരു തുക ലഭിച്ചവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കമന്റിലൂടെ അറിയിക്കണം. പിന്നെ സർക്കാർ തന്നെ പ്രഖ്യാപിച്ച തീയതിയാണ് നമ്മൾ ചാനലിലൂടെ അറിയിച്ചത്. അപ്പോൾ തീർച്ചയായും 2 ദിവസത്തിനകം ഈ ഒരു തുക, അതായത് ആദ്യ ഗഡു 2000 രൂപ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നതാണ്. 31 മുതലാണ് രണ്ടാം ഘട്ട വിതരണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് തിരഞ്ഞെടുപ്പിന് മുമ്പ് 2 മാസത്തെ തുക ഒന്നിച്ച് വിതരണം ചെയ്യും എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. അപ്പോൾ ഈ ഒരു 2 തുക ഒരു ഘട്ടത്തിലല്ല വിതരണം ചെയ്യുന്നത്, 2 ഘട്ടമായാണ് വിതരണം ചെയ്യാനായി തീരുമാനിച്ചിട്ടുള്ളത്. മാർച്ച് മാസത്തെ തുക ആദ്യം ലഭിക്കും. അതിനുശേഷം ഏപ്രിൽ മാസത്തെ തുക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ഏപ്രിൽ മാസത്തിലുമായിരിക്കും ലഭിക്കുക. 31 മുതൽ വിതരണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അത് 1 മുതൽ അല്ലെങ്കിൽ 2 ഒക്കെ ആയിട്ടായിരിക്കും ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുക. അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ്, വിഷുവിനോടനുബന്ധിച്ച് സർക്കാർ ഒരു കിറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് കുറഞ്ഞ നിരക്കിൽ വിലക്കിഴിവോടെയാണ് ഈ ഒരു കിറ്റിന്റെ വിതരണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. റേഷൻ കാർഡ് ഉടമകൾക്ക് വിഷു കിറ്റ് ലഭിക്കുന്നതാണ്. 16 ഇനം അവശ്യ സാധനങ്ങളാണ് ഈ ഒരു കിറ്റിൽ ഉണ്ടായിരിക്കുക. അതിൽ പഞ്ചസാര 1 കിലോ ഉണ്ടായിരിക്കും, ചെറുപയർ പരിപ്പ് 500 ഗ്രാം, വൻപയർ 500 ഗ്രാം, കടല 500 ഗ്രാം, ശർക്കരപ്പൊടി 1 കിലോഗ്രാം, ശബരി പായസം മിക്സ് 200 ഗ്രാം, പായസക്കൂട്ട് 50 ഗ്രാം, മിൽമ നെയ്യ് 100 ml, ശബരി ജീരകം 100 ഗ്രാം, കടുക്
100 ഗ്രാം, ശബരി പുട്ടുപൊടി 1 കിലോഗ്രാം, ശബരി ഉപ്പ് 1 കിലോഗ്രാം, ശബരി ചിക്കൻ മസാല 100 ഗ്രാം, ശബരി വെളിച്ചെണ്ണ 1 ലിറ്റർ, ശബരി ഗോൾഡ് ചായപ്പൊടി 250 ഗ്രാം എന്നിങ്ങനെ 1250 രൂപ വിലയുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ കിറ്റാണ് 1001 രൂപയ്ക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി വിൽക്കുന്നത്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.